നമ്മുടെ നാട്ടിലെല്ലാം വിവാദങ്ങളിലാണല്ലോ അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന കുവൈറ്റ് ദുരന്തത്തിലും സമാനമായിരുന്നു സാഹചര്യം. മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് വിടാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തതിനെക്കുറിച്ചാണ് വിവാദം തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾ പല തവണയായി നടത്തി, എയർപോർട്ടിൽ വെച്ച് നടത്തി. തൊട്ടു പിന്നാലെ ലോക കേരള സഭയുടെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി കേന്ദ്ര നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതായത് അവിടെയുള്ള മനുഷ്യർക്ക് അവിടെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനിച്ചത് കുവൈറ്റിലുള്ള പ്രവർത്തനങ്ങൾ നോർക്കയുടെ അടക്കം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് മന്ത്രിയെയും വകുപ്പ് സെക്രട്ടറിയെയും അവിടേക്ക് NHM വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു IAS അവിടേക്ക് വിടുന്നത് എന്നുള്ളതായിരുന്നു. അനുമതി കിട്ടാതെ തന്നെ വീണ ജോർജ് കൊച്ചി എയർപോർട്ടിൽ മണിക്കൂറുകളോളം കാത്തിരുന്നു. ചെക്ക് ഇൻ സമയം പൂർത്തിയാകുന്നവരെ താൻ അവിടെ കാത്തിരുന്നത് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പോകുന്ന വഴിയെല്ലാം ഇതിനെക്കുറിച്ച് തിരക്കൊണ്ടിരുന്നു എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. നിങ്ങളതിന് കേട്ടിട്ടുമുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വാദം ഈ വിഷയത്തിൽ പൊളിച്ചടക്കിയത് നടൻ സുരേഷ് ഗോപിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് അങ്ങനെ പോകാൻ ആഗ്രഹിക്കാൻ അവകാശമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. കേന്ദ്രം അവിടെ പോവുകയും അവിടെ കൃത്യമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് അവിടെ പെരുന്നാളൊക്കെ വരുന്ന സമയമാണ്. പക്ഷേ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇത്രയും വേഗത്തിൽ ഇത്തരം നടപടികൾ പൂർത്തിയാക്കുന്ന ചരിത്രം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. അത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടൂ എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിധിവരെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് ശ്രമിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ സുരേഷ് ഗോപിക്കായി. മാത്രമല്ല, മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, മലയാളികൾ കൂടുതൽ പേർ അല്ലേ ഈ അപകടത്തിൽപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന ഏറ്റവും ഗംഭീരമായ മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. മലയാളികളല്ല, അവർ ഭാരതീയരാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യർക്ക് അവരുടെ സ്വത്തിനും ജീവനും എല്ലാ കാര്യത്തിലും സംരക്ഷണം ഉൾപ്പെടെ അവരുടെ ഉത്തരവാദിത്തമുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ് എന്ന വലിയ ചിന്താഗതി. അതായത് കുറേ കാലമായി കേരളം മലയാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കുചിതമായ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടാക്കാൻ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരത്തെ ചില ശ്രമങ്ങൾ നടത്തിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. സമാനമായി ഈ വിഷയത്തിലും വളരെ കൃത്യമായി ഇടപെടലെല്ലാം പൂർത്തിയാക്കി സംസ്ഥാനം ആലോചിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അവിടെ കേന്ദ്ര മന്ത്രി അടക്കം വിട്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച കേന്ദ്രത്തിൻ്റെ അടുത്ത് നിന്ന് ഇത്തരം നയതന്ത്ര കാര്യങ്ങളിൽ അനുമതി ലഭിക്കില്ല എന്നൊരു പക്ഷേ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം സംസ്ഥാനം ഇങ്ങനൊരു നീക്കം നടത്തിയത് എന്ന സംശയം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതിന് സമാനമാണ്. അതായത് ആദ്യം ഏകോപനത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു. തൊട്ട് പിന്നീട് മുഖ്യമന്ത്രി പറയുന്നത് ഒരു മരണമുണ്ടായാൽ ആ സ്ഥലത്ത് സന്ദർശിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ആ ദിവസങ്ങളിൽ ആദ്യം ഓടിയെത്തേണ്ടത് കേരളത്തിലെ വീടുകളിലേക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ എത്ര വീടുകളിലേക്ക് എത്ര മന്ത്രിമാർ ഓടിയെത്തി, സംസ്ഥാന മന്ത്രിമാർ ഓടിയെത്തി എന്ന സംശയം ബാക്കിയാണ്. MLAമാർ ചിലയിടങ്ങളിൽ ഓടിയെത്തി എന്നുള്ളത് വസ്തുതയാണ്. ശരിയാണ്, നിയമസഭ നടക്കുകയാണ്. പക്ഷേ ആശ്വാസം എത്തിക്കേണ്ടതും സമാധാനം ഉണ്ടാക്കേണ്ടതും ഇവിടുത്തെ മലയാളികൾ ഉണ്ടെങ്കിൽ മലയാളികളുടെ വീടുകളിലേക്കല്ലേ എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത്. അവിടെയാണ് ഇന്ത്യക്കാരുടെ കാര്യം. ഇന്ത്യ എന്ന വളരെ കൃത്യമായ, അതായത് ഇക്കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ തന്നെയാണ് ഇടപെടേണ്ടത്. അവിടെ ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കൃത്യമായി ഉയർത്തിക്കാട്ടുകയും അവിടെ ഒരു പ്രാദേശിക വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കുത്തിത്തിരിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് വിഷയത്തിൽ സംസ്ഥാനം നടത്തിയ ചില വർത്തമാനം അത് മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. പ്രളയമുണ്ടായപ്പോൾ ഇതൊരു അതായത് ഇവിടെ ഇന്ന് അതിൽ ഗംഭീരമായി അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ പ്രതികരണം നടത്തിയത് K. സുരേന്ദ്രനും V. മുരളീധരനുമാണ്. K. സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് കേരളം എന്തോ ഒരു പ്രത്യേക സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അതായത് കേരളം സ്വതന്ത്രമാണെന്ന് വരുത്താനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത്. ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന്, അതായത് കേരളത്തെ കേന്ദ്രം അപമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുമാണ് ഈ തരത്തിലുള്ള ഡയലോഗുകൾ, നീക്കങ്ങൾ നടക്കുന്നത്. കേന്ദ്രം നന്നായി ഇടപെട്ടു എന്ന് തന്നെ മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇടങ്കോലിടുന്നതെന്ന് ചോദിക്കുന്നു.
സമാനമായ പ്രസ്താവനയുമായി മുൻ വിദേശകാര്യമന്ത്രി കൂടിയായി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപാടുള്ള വി മുരളീധരനും കൂടി രംഗത്ത് വന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് പിന്നീട് സംസ്ഥാനത്തിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ അടക്കം കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നൊരു നടപടി ഉണ്ടായി. പ്രതിപക്ഷം കൂടി ഈ വിഷയത്തിൽ എന്തിനാണ് ഇടപെട്ടത്? ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് ആരാണ് ശ്രമിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം, ലൈക്കും ചെയ്യണം. മറ്റു വീഡിയോയും ഉടൻ കാണാം. നന്ദി.